ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 19ാം ഗഡു വിതരണം തിങ്കളാഴ്ച ആരംഭിക്കും. ബീഹാറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ വ്യവസായം ആരംഭിക്കാനുള്ള അനുമതികളിൽ കാലതാമസമുണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടി കൊച്ചിയിൽ പുരോഗമിക്കുന്നു. അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ കേരളത്തിന് കേന്ദ്ര സർക്കാർ എല്ലാ പിന്തുണയും നൽകുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. ഇന്ത്യ നൽകുന്ന നിക്ഷേപ അവസരങ്ങളും വൈദഗ്ധ്യവും പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് ആഗോള നിക്ഷേപകരോട് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചൈനീസ് വിദേശകാര്യമന്ത്രിയുമായി ജോഹന്നസ്ബർഗിൽ കൂടിക്കാഴ്ച നടത്തി. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ പ്രവേശിച്ച് കേരളം. ഐഎസ്എൽ ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ബംഗളൂരു എഫ്സി പോരാട്ടം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 19ാം ഗഡു വിതരണം തിങ്കളാഴ്ച ആരംഭിക്കും. ബീഹാറിലെ ഭഗൽപൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിതരണോദ്ഘാടനം നിർവഹിക്കും. ഭൂവുടമകളായ കർഷകർക്ക് 3 തുല്യ ഗഡുകളായി പ്രതിവർഷം 6000 രൂപ നൽകുന്ന പദ്ധതിയാണ് പിഎം കിസാൻ സമ്മാൻ നിധി. ചെറുകിട കർഷകരുടെ ജീവിതത്തിൽ കാതലായ മാറ്റം വരുത്തിയ പദ്ധതി പ്രകാരം ഇതുവരെ ആകെ 3,46,000 കോടി രൂപ വിതരണം ചെയ്തതായി ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. के अंतर्गत सीधे 6,000 रुपए 3 किस्तों में किसान के खाते में अंतरित किए जाते हैं और अब तक 3.46 लाख करोड़ रुपया किसानों के खाते में अंतरित किए जा चुके हैं और 19वीं किस्त जारी होते ही 3,68,000 करोड़ रुपया किसान के खाते में पहुंचेंगे. दुनिया की सबसे बड़ी डीबीटी की योजना है ये. ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ സംഘടിപ്പിച്ച 98ാമത് അഖില ഭാരതീയ മറാത്തി സാഹിത്യ സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. 3 ദിവസത്തെ സമ്മേളനത്തിൽ വിവിധ പാനൽ ചർച്ചകൾ, പുസ്തക പ്രദർശനങ്ങൾ, സാംസ്കാരിക പ്രകടനങ്ങൾ തുടങ്ങിയവ ഇതോടനുബന്ധിച്ച് നടക്കും. ക്ലാസിക്കൽ പദവി നേടിയ മറാത്തി ഭാഷയുടെ സവിശേഷതകൾ വ്യക്തമാക്കുന്ന പ്രതീകാത്മക സാഹിത്യ ട്രെയിൻ യാത്രയും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടി കൊച്ചിയിൽ പുരോഗമിക്കുന്നു. നിക്ഷേപ രംഗത്ത് ചരിത്രപരമായ മുന്നേറ്റങ്ങളാണ് കേരളത്തിൽ ഉണ്ടാകുന്നതെന്ന് ഉച്ചകോടി ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സംസ്ഥാനത്ത് വ്യവസായം ആരംഭിക്കാനുള്ള അനുമതികളിൽ കാലതാമസമുണ്ടാകില്ലെന്നും സംസ്ഥാനത്തെ നിക്ഷേപ കേന്ദ്രമാക്കി മാറ്റുന്നതിന് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്ത്യ നൽകുന്ന നിക്ഷേപ അവസരങ്ങളും വൈദഗ്ധ്യവും പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് ആഗോള നിക്ഷേപകരോട് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. കൊച്ചിയിൽ നടക്കുന്ന ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം $4 ട്രില്യൺ നിന്നും വരും വർഷങ്ങളിൽ $35 ട്രില്യൺ വളരും. വളർച്ചയ്ക്കും വികസനത്തിനും മറ്റ് സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കും സമാനതകളില്ലാത്ത അവസരമാണ് ഇന്ത്യ നൽകുന്നതെന്നും ശ്രീ പീയൂഷ് ഗോയൽ പറഞ്ഞു. നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിനായി സഹകരണ ഫെഡറലിസത്തിന്റെയും സഹകരണത്തിന്റെയും പാതയാണ് രാജ്യം സ്വീകരിച്ചിട്ടുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തിലെ അടിസ്ഥാന സൌകര്യ വികസനത്തിന് ആക്കം കൂട്ടുന്ന 31 പുതിയ പദ്ധതികൾ ഉടൻ ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടിയിൽ ഓൺലൈനായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാലക്കാടിനെയും കോഴിക്കോടിനെയും ബന്ധിപ്പിക്കുന്ന റോഡ്, വടക്കൻ കേരളത്തെ കോയമ്പത്തൂരിലെ വ്യവസായ മേഖലയുമായി ബന്ധിപ്പിക്കുന്ന പാത, തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡ് തുടങ്ങിയവയുടെ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. I am very happy to announce some new project for Kerala. We are 31 upcoming projects of length 896 km costing 50,000 crore. One is 4-laning of Palakkad, Kozhikode, NH 966. 5 packages. Palakkad, Mallapuram, Kozhikode district, length 120 km and cost is 10,814 rupees. All 5 packages are under bidding stage. Within 3 months, we will start the work of this project. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി കൂടിക്കാഴ്ച നടത്തി. ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നസ്ബർഗിൽ നടക്കുന്ന G20 വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിനിടെയായിരുന്നു കൂടിക്കാഴ്ച. ഉഭയകക്ഷി ബന്ധത്തിലെ സംഭവ വികാസങ്ങൾ, പ്രത്യേകിച്ച് അതിർത്തി പ്രദേശങ്ങളിലെ ശാന്തിയും സമാധാനവും നിലനിർത്തുന്നതിനുള്ള നടപടികൾ എന്നിവയെ സംബന്ധിച്ച് ഇരു നേതാക്കളും ആശയവിനിമയം നടത്തിയതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് ന്യൂഡൽഹിയിൽ പറഞ്ഞു. കൈലാസ് മാനസ സരോവർ യാത്ര, നേരിട്ടുള്ള വിമാന കണക്ടിവിറ്റി പുനരാരംഭിക്കൽ, യാത്രാ സൌകര്യം എന്നിവ യോഗത്തിൽ ചർച്ചയായി. മഹാരാഷ്ട്രയിലെ പൂനെയിൽ നാളെ നടക്കുന്ന പശ്ചിമമേഖലാ കൌൺസിലിന്റെ 27ാമത് യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അധ്യക്ഷത വഹിക്കും.
ഗുജറാത്ത്, ഗോവ, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളും ദാദ്ര നാഗർ ഹവേലി, ദാമൻ ദിയു എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടുന്നതാണ് പശ്ചിമമേഖലാ കൌൺസിൽ. അടിസ്ഥാന സൌകര്യം, ഖനനം, പരിസ്ഥിതി, വനം, ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ, പ്രാദേശിക തലത്തിൽ പൊതു താൽപര്യമുള്ള വിഷയങ്ങൾ എന്നിവ കൌൺസിൽ ചർച്ച ചെയ്യും. കാർഷിക ഗവേഷണ കൌൺസിൽ സംഘടിപ്പിക്കുന്ന 3 ദിവസത്തെ പുസ കൃഷി വിജ്ഞാനമേള 2025 കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ നാളെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തെ മുൻനിര കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ, കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ, കർഷക ഉൽപാദക സംഘടനകൾ, സംരംഭകർ, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയവർ വികസിപ്പിച്ചെടുത്ത ഉൽപ്പന്നങ്ങളും സേവനങ്ങളും സാങ്കേതിക വിദ്യകളും മേളയിൽ പ്രദർശിപ്പിക്കും. UAE പ്രതിരോധ മന്ത്രാലയത്തിന്റെയും തവാസുൻ കൌൺസിലിന്റെയും സഹകരണത്തോടെ ആക്ട്നക് ഗ്രൂപ്പ് അബുദാബിയിൽ സംഘടിപ്പിച്ച ഐഡെക്സ് നാബ്ഡെക്സ് 2025 പ്രതിരോധ പ്രദർശനങ്ങൾക്ക് ഇന്ന് സമാപനം. അന്താരാഷ്ട്ര പ്രതിരോധ സഹകരണം വളർത്തുന്നതിനുള്ള നിർണായക വേദിയായി പ്രദർശനം മാറി. 5 ദിവസത്തെ പരിപാടിയിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിരോധ മേഖലയിലെ ഉദ്യോഗസ്ഥരും വ്യവസായ പ്രമുഖരും പങ്കെടുത്തു. അത്യാധുനിക യുദ്ധക്കപ്പലുകൾ, മിസൈൽ സംവിധാനങ്ങൾ, നൂതന യുദ്ധോപകരണങ്ങൾ, ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങൾ, AI അധിഷ്ഠിത പ്രതിരോധ പരിഹാരങ്ങൾ എന്നിവയുൾപ്പെടെ അത്യാധുനിക പ്രതിരോധ സാങ്കേതിക വിദ്യകൾ ഇന്ത്യൻ പവലിയനിൽ പ്രദർശിപ്പിച്ചിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ചരിത്ര നേട്ടം കുറിച്ച് കേരളം. സെമിഫൈനലിൽ ഗുജറാത്തിനെതിരെ ഉജ്ജ്വല പ്രകടനം കാഴ്ചവെച്ച് കേരളം ഇതാദ്യമായി ഫൈനലിൽ പ്രവേശിച്ചു. കേരളം ഉയർത്തിയ 457 റൺസിന്റെ ആദ്യ ഇന്നിംഗ്സ് സ്കോർ പിന്തുടർന്ന ഗുജറാത്ത് 455-ന് പുറത്തായിരുന്നു. രണ്ടാം ഇന്നിംഗ്സിൽ കേരളം 4 വിക്കറ്റിൽ 114 റൺസ് എന്ന നിലയിൽ നിൽക്കുമ്പോൾ ഇരു ക്യാപ്റ്റന്മാരും സമനിലയ്ക്ക് സമ്മതിക്കുകയായിരുന്നു. ഒന്നാം ഇന്നിംഗ്സിൽ പുറത്താകാതെ 177 റൺസ് നേടിയ മുഹമ്മദ് അസറുദ്ദീനാണ് കളിയിലെ താരം. ബുധനാഴ്ച ആരംഭിക്കുന്ന ഫൈനലിൽ കേരളം വിദർഭയെ നേരിടും. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ബംഗളൂരു FC പോരാട്ടം. ഷില്ലോങ്ങിലാണ് മത്സരം നടക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സും FC ഗോവയും തമ്മിലാണ് നാളത്തെ മത്സരം. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്നത്തെ മത്സരം റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരുവും മുംബൈ ഇന്ത്യൻസും തമ്മിൽ. ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് മത്സരം. ടോസ് നേടിയ മുംബൈ ബൌളിംഗ് തെരഞ്ഞെടുത്തു. ഗുജറാത്തിലെ കച്ച് ജില്ലയിൽ ഭുജ് മുദ്ര റോഡിലുണ്ടായ വാഹനാപകടത്തിൽ 7 പേർ മരിച്ചു. പരിക്കേറ്റ 4 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 40 പേരുമായി പോയ സ്വകാര്യ ബസ് ട്രക്കുമായി കൂട്ടിയിടിച്ചതിനെ തുടർന്നാണ് അപകടമുണ്ടായത്. ഡൽഹി നിയമസഭാ സമ്മേളനം തിങ്കളാഴ്ച മുതൽ ആരംഭിക്കും. 3 ദിവസമാണ് സഭ ചേരുന്നത്. സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പും സഭയിൽ ആദ്യ അജണ്ടയായി CAG റിപ്പോർട്ടും അവതരിപ്പിക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിനെ രാഷ്ട്രപതി ഭവനിൽ ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത ഇന്ന് സന്ദർശിച്ചു. പ്രയാഗ്രാജിലെ മഹാകുംഭമേള വിശ്വാസത്തിന്റെയും സംസ്കാരത്തിന്റെയും ആത്മീയതയുടെയും സംഗമമാണെന്ന് ദൂരദർശൻ ഡയറക്ടർ ജനറൽ കാഞ്ചൻ പ്രസാദ് പറഞ്ഞു. മേളയുടെ സെക്ടർ 4ലെ കുംഭവാണി റേഡിയോയിലൂടെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കുംഭമേളയുടെ സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കുന്നതിനുള്ള മഹനീയമായ പ്രവർത്തനമാണ് കുംഭവാണി നിർവഹിക്കുന്നതെന്ന് ശ്രീ കാഞ്ചൻ പ്രസാദ് അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 23-ന്. മൻ കി ബാത്തിന്റെ 119-ാം പതിപ്പാണ് ഇത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ നിലയങ്ങളിലൂടെയും പരിപാടി ലഭ്യമാകും. US ധനസഹായത്തെക്കുറിച്ചുള്ള സമീപകാല പ്രസ്താവനകൾ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നതായും രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ വിദേശ ഇടപെടലുകൾ ഉണ്ടാകുമെന്ന ആശങ്കയ്ക്ക് ഇടയാക്കുന്നതായും വിദേശകാര്യ മന്ത്രാലയം ബന്ധപ്പെട്ട വകുപ്പുകളും ഏജൻസികളും ഈ വിഷയം പരിശോധിക്കുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 19ാം ഗഡു വിതരണം തിങ്കളാഴ്ച ആരംഭിക്കും. ബീഹാറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ വ്യവസായം ആരംഭിക്കാനുള്ള അനുമതികളിൽ കാലതാമസം ഉണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടി കൊച്ചിയിൽ പുരോഗമിക്കുന്നു. അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ കേരളത്തിന് കേന്ദ്ര സർക്കാർ എല്ലാ പിന്തുണയും നൽകുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. ഇന്ത്യ നൽകുന്ന നിക്ഷേപ അവസരങ്ങളും വൈദഗ്ധ്യവും പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് ആഗോള നിക്ഷേപകരോട് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചൈനീസ് വിദേശകാര്യമന്ത്രിയുമായി ജോഹന്നസ്ബർഗിൽ കൂടിക്കാഴ്ച നടത്തി. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ പ്രവേശിച്ച് കേരളം. ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ബംഗളൂരു FC പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35-ന്.